പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ വൻ കൃപയിൽ പൊതിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചു തന്ന് തൻ്റെ ചിറകിനിഴലിൽ മറച്ച് നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് സകല മഹത്വവും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കരയിച്ചുകൊണ്ടായിരിക്കാമേ. ആ ദൈവം നമ്മോടുകൂടെയുണ്ട്, അവൻ നമ്മെ കൈവിടത്തില്ല. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 9 വാക്യം, 2 Corinthians chapter 12 verse 9. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവമക്കളെ, നാം ബലഹീനരായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ശക്തി നമ്മിൽ നിന്ന് ചോർന്നു പോയോ എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്ന് ആവസിച്ചാൽ സകല പ്രതികൂലങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. നമ്മുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ തക്കവണ്ണം അവൻ നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചോണം. എത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഗോഡ് സ്ട്രെങ്ത് ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ അവർ വീക്ക്നെസ്. നമുക്കൊക്കെ പലവിധമായിട്ടുള്ള ബലഹീനതകൾ വരുമ്പോൾ നാം ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. ഞാൻ പറയട്ടെ, എനിക്കൊരു മാസം മുമ്പ് ഒരു ചുമ വന്നിട്ട് എനിക്ക് അടുപ്പിച്ചിരുന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എൻ്റെ പ്രിയ ബാബുച്ചായനും എന്നോട് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്ക്. ഞാൻ പറഞ്ഞില്ല ബാബുച്ചായ, 10 വർഷം ആകുന്നു. ഞാൻ ആയിട്ടില്ല, 26-ൽ 10 വർഷമാകുന്നു തുടങ്ങിയിട്ട്. ഒരു ദിവസം പോലും ഒട്ടും ചെയ്യാൻ നമുക്ക് സാഹചര്യമില്ല എന്ന് തോന്നിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരോട് 2 വാക്ക് സംസാരിപ്പാൻ കർത്താവ് എന്നെ പ്രാപ്തയാക്കി. എൻ്റെ കഴിവ് 0 അവിടെ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ബാബുച്ചായ, റെക്കോർഡ് ചെയ്യും. ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ 2 കൈ ഇങ്ങനെ കൂപ്പി ഒരു വശത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കും. കാരണം കർത്താവിനോട് എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ പറയുക, കർത്താവെ എന്നെ സഹായിക്കണമെന്ന്. തീർച്ചയായിട്ടും കർത്താവ് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചു. God often uses what seems weak to us so that our hearts stay dependent on Him. പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നാം അവനിലങ്ങ് ചാരുവാൻ, അവനിലങ്ങ് ആശ്രയിപ്പാൻ അവൻ നമ്മെ സഹായിക്കും. കംപ്ലീറ്റ്ലി നമുക്ക് ജയം അവൻ തരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയി പോകരുത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുവാൻ ആവശ്യമാകുന്ന ബലം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. അതിനാവശ്യമാകുന്ന ട്രെയിനിങ് അവൻ നമുക്ക് തരും. അതുകൊണ്ട് വലിയ ചോദ്യങ്ങൾ, കർത്താവേ നീ എവിടാ, നീ എന്നെ മറന്നോ എന്നൊന്നും ചോദിക്കാനായിട്ട് പോകരുത്. കണ്ടിന്യൂ ടു പെർസീവ് ഗോഡ്സ് പ്രസൻസ് ഈവൻ വെൻ യു കാൺട്ട് ഫീൽ ഹിം സ്റ്റാൻഡിങ് റൈറ്റ് നെക്സ്റ്റ് ടു യു. നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നീ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, അവൻ നമ്മെ സഹായിക്കുന്നുണ്ടെന്ന്. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു, ചേർച്ച് സർവീസസ് ഒക്കെ നാം അറ്റൻഡ് ചെയ്യുന്നില്ലേ? പക്ഷേ നമ്മൾ കേൾക്കുന്നതിനകത്ത് നമുക്ക് തുടർമാനമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ കേൾക്കുന്നതൊക്കെ നമ്മുടെ എവരിഡേ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റിയില്ലെങ്കിൽ നമുക്കും പലതിനകത്തും ഉറച്ചു നിൽപ്പാൻ കഴിയാതെ പോകും. സങ്കീർത്തനം 84-ന്റെ 6ഉം 7ഉം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. Psalms 84 verses 6 and 7. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ചെന്ന് എത്തുന്നു. ധൈര്യപ്പെട്ടെ, ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ബലഹീനതയിൽ അത് തികഞ്ഞു വരും കേട്ടോ. അത്ഭുതകരമായിട്ട് ദൈവം നിന്നെ നടത്തും. ഒരിക്കലും ദൈവം നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ തുറന്ന ഹൃദയത്തോടെ, ഒരു ഇന്നസെൻ്റ് ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കണം. നമ്മൾ
മനസ്സിലാക്കേണ്ട 2 വലിയ സത്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഷീ ഈസ് ആൻ ഇൻക്രെഡിബിൾ വുമൺ. പ്രൈസ് ഗോഡ്. വിശ്വാസം നമുക്ക് തീർത്തും നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അമ്മയ്ക്കൊന്ന് ഫോൺ വിളിച്ച് അല്പനേരം സംസാരിച്ചാൽ എന്നിൽ വിശ്വാസം, ഞാൻ പറയും, പെരുവെള്ളം പോലെ ഇരച്ച് കയറി വരുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ 2 സത്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, പ്രൊക്ലെയിം ദ ട്രൂത്ത് ഈവൻ ഇഫ് യു കാൺ സീ ഇറ്റ്. നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും സത്യമെന്തെന്നുള്ളത് വിളിച്ചു പറയുവാൻ, പ്രൊക്ലെയിം ചെയ്യുവാൻ നിനക്ക് കഴിയണം. സങ്കീർത്തനം 7-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. Psalm 7 verses 10 and 11 ഇങ്ങനെ പറയുന്നു: എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, അവൻ ദിവസം പ്രതി കോപിക്കുന്നു. അതിൽ ദിവസം പ്രതി കോപിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. മൈ ഡിഫെൻസ് ഈസ് ഓഫ് ഗോഡ് ഹൂ സേവ്സ് ദ അപ്രൈറ്റ് ഇൻ ഹാർട്ട്. ഗോഡ് ഈസ് എ ജസ്റ്റ് ജഡ്ജ്. പ്രൈസ് ഗോഡ്. എന്ത് മനസ്സിലാക്കണം? ഗോഡ് ഹാസ് വിക്ടറി. ജയം ആരുടെ പക്കല? ജയം ദൈവത്തിൻ്റെ പക്കല. അതുകൊണ്ട് ആ ദൈവം എപ്പോഴും ജയിക്കും. തോൽവി അവൻ്റെ വശത്തില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ ഓർക്കണം, അവൻ്റെ മക്കളാണെന്ന് നമ്മളും തോൽക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ നമുക്ക് ജയം തരും. രണ്ടാമത് ഒരു സത്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, പ്രേ നോട്ട് എഗെൻസ്റ്റ് യുവർ എനിമീസ് ബട്ട് ഫോർ ദം. ശത്രുക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കരുതേ, അവർക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ും 45-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. Instead of condemning, you wanted to destroy with so much hatred. ചിലരെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. പറ്റുമോ ദൈവമക്കളെ? നമുക്ക് പറ്റണം, അതിന് കഴിയണം. അതിനും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ ഓർത്തുകൊള്ളണമേ, നമ്മെ കാണുന്നവർ, നമ്മുടെ അടുത്ത തലമുറ, അവരും അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഇടയാകും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: യേശു അവളോട്, മാർത്ത മറിയ ലാസർ മരിച്ചപ്പോൾ വിഷമിച്ച സമയത്തെ കാര്യങ്ങളാണ്. 40-ാം വാക്യം പറയുന്നു, യേശു അവളോട്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഡിഡ് ഐ നോട്ട് ടെൽ യു ദാറ്റ് ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ബിലീവ് ചെയ്യാൻ ഇച്ചിരി പാടാ അല്ലേ? നമ്മൾ ഭയങ്കര ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്നസെൻ്റാണ്, സമ്മതിച്ചു. പക്ഷെങ്കിൽ ദൈവം ഇതിൻ്റെ മധ്യത്തിൽ വന്ന് എന്നെ ഇപ്പോൾ അങ്ങ് രക്ഷിക്കുമോ എന്ന് ഓർത്ത് സംശയിക്കാൻ എളുപ്പമാണ് അല്ലേ? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, യേശു അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനറിയാം ഏത് സമയത്താണ്, വിച്ച് ഈസ് ദ റൈറ്റ് ടൈം ടു ഇൻ്റർവീൻ. ഇടപെടേണ്ടത് ഏത് സമയത്താണ് ദൈവത്തിനറിയാം. നമ്മൾ യേശുവിനെ കണ്ടില്ലെങ്കിലും മനസ്സിലാക്കണേ, ഹീ ഈസ് ഓൾവേസ് ക്ലോസ് ടു യു. സ്റ്റേ സ്ട്രോങ് ബിലീവിങ് ഇൻ ജീസസ് ഹു ഈസ് യുവർ വിക്ടറി. നിൻ്റെ ജയം യേശുവിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ഓരോ ദിവസവും ദൈവം തരുന്ന ജയം കാണുവാൻ കൊണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നീ ഞങ്ങളോടുകൂടി ഉള്ളതിനാൽ സ്തോത്രം. നീ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. നിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് ജയത്തിൻ്റെ അവകാശികളാക്കി
നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ നിർത്തണം, ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. വിശ്വസിച്ച് ദൈവമഹത്വം കണ്ടു ചെയ്യുവാൻ നീ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.